സമീർ സി മുഹമ്മദുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. സമീർ, ഏതൊക്കെ ട്രെയിനുകളാണ് വൈകി ഓടുന്നത്? ഇപ്പോഴും നിയന്ത്രണത്തോടു കൂടിയാണോ ട്രെയിൻ ഗതാഗതം കോഴിക്കോട്? ഗൂഗിൾ 7 മണിയോട് കൂടെയാണ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും അതുപോലെ അതിൻ്റെ ശിഖരങ്ങളും ഇങ്ങനെ റെയിൽവേ ട്രാക്കിലേക്ക് വീണത്. അതോടൊപ്പം തന്നെ തൊട്ട് അടുത്തുണ്ടായിരുന്ന വീടിൻ്റെ മേൽക്കൂരയും ഇങ്ങോട്ട് ഇളകി വീഴുന്ന കാഴ്ച കണ്ടു. ശക്തമായ കാറ്റിൽ അത് ഇപ്പോൾ ട്രാക്കിൻ്റെ മുകളിലേക്ക് വീണിരിക്കുകയാണ്. അത് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മരങ്ങൾ പൂർണ്ണമായും ഇവിടെ നിന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ഈ മേൽക്കൂരയുടെ ഒരു ഭാഗം മാത്രമേ മുറിച്ച് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളൂ. മറ്റ് ഭാഗം മുറിച്ച് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇലക്ട്രിക് കട്ടർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് അത് മുറിച്ച് മാറ്റുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ശക്തമായ മഴ വീണ്ടും എത്തിയിരിക്കുന്നത്. അത് ഈ രക്ഷാപ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. താൽക്കാലികമായി അവർക്ക് ഇപ്പോൾ അതിൻ്റെ ദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. വീണ്ടും പുനരാരംഭിക്കും എന്ന കാര്യമാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു ട്രാക്കിലൂടെ ഈ അടുത്ത സമയത്തൊന്നും തന്നെ പൂർണ്ണതോതിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്നാണ് അവർ അറിയിക്കുന്നത്. അതേസമയം ഇതിനോട് ചേർന്ന് കിടക്കുന്ന രണ്ടാമത്തെ ട്രാക്കിലൂടെ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഏതാനും ട്രെയിനുകൾ ഇപ്പോൾ കടത്തിവിടുന്നുണ്ട്. മാത്രമല്ല ഈ വിധത്തിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു ആക്ഷേപം പ്രദേശവാസികളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ കൗൺസിലറും ഒക്കെ ഉന്നയിക്കുന്നു. അത് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിക്കൊണ്ട് ഈ റോഡിൻ്റെ ഭാഗത്തേക്കും അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കിലേക്കും തൂങ്ങി നിന്ന നിരവധി മരങ്ങളുണ്ട്. ആ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നുള്ള ഒരാവശ്യമാണ് പ്രധാനമായും റെയിൽവേ അധികൃതരെ അറിയിച്ചിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായില്ല. അതാണ് ഈ മരങ്ങളൊക്കെ ഈ വിധത്തിൽ പൊട്ടി വീഴുന്നതിന് ഇടയാക്കിയത് എന്നാണ് ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ ഇവിടുത്തെ കൗൺസിലറും വ്യക്തമാക്കുന്നത്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭാഗത്ത് ഈ ട്രെയിനുകളൊന്നും കടന്നു പോകുന്ന സമയത്തല്ല ഇത്തരമൊരു അപകടം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ അത് വലിയ ആശ്വാസം നൽകുന്നു. ആളുകൾക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അത് മുറിച്ചു മാറ്റാനുള്ള ഈ മേൽക്കൂര മുറിച്ചു മാറ്റിക്കൊണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഗൂഗിൾ. ശരി, കോഴിക്കോട് അരീക്കാടാണ് റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ വീണു. ഒപ്പം ഒരു വീടിന്റെ മേൽക്കൂര, അത് ഷീറ്റിട്ട മേൽക്കൂര ആകെ പറന്ന് ഈ റെയിൽവേ ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. ശക്തമായ കാറ്റിലാണ് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടത്. ഏതായാലും ഭാഗികമായി അവിടെ റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്.